വയനാട് തലപ്പുഴ കമ്മമലയിൽ മാവോയിസ്റ്റും തണ്ടർ ബോൾട്ടും ഏറ്റുമുട്ടി. തെരഞ്ഞെടുപ്പ് സമയത്ത് കമ്മമലയിൽ മാവോയിസ്റ്റ് സംഘം എത്തിയിരുന്നു. ഉൾക്കാട്ടിൽ നിന്നും 9 റൗണ്ട് വെടിശബ്ദം കേട്ടതായി തോട്ടം തൊഴിലാളികൾ. മേഖലയിൽ തണ്ടർ ബോൾട്ട് തെരച്ചിൽ നടത്തിവരികയാണ്. ഇവരുമായി അർജുൻ ചേരുകയാണ്. അർജുൻ, എപ്പോഴായിരുന്നു ഈ മാവോയിസ്റ്റുകളുടെ വെടിവെപ്പുണ്ടായത്? തണ്ടർ ബോൾട്ട് സംഘത്തിന്റെ തെരച്ചിലും ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണോ? സുരേഷ്, തേൻപാറ ആനക്കുന്ന സമീപത്താണ് കമ്പമലയിൽ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത്. അതായത് 9 തവണ വെടിവെച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭീകരർ 9 തവണ വെടിവെച്ചു. അതിനുശേഷമാണ് പിന്നീട് പോലീസും തിരിച്ച് വെടിവെച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനാത്തിന്റെയും ഡിവൈഎസ്പി അടക്കമുള്ള സംഘം അവിടെ എത്തിയിട്ടുണ്ട്. പോലീസും ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരും തമ്മിലാണ് ഏറ്റുമുട്ടൽ എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തിനാ തന്നെയും ഈ തണ്ടർ ബോൾട്ട് അടക്കം അവിടെ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്, തെരഞ്ഞെടുപ്പ് സമയത്തടക്കം കമ്പമലയിലെത്തി അവിടെയുള്ള ആളുകളോട് വോട്ട് ചെയ്യരുത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പറയുന്ന വീഡിയോസ് അടക്കം നമ്മൾ പങ്കുവെച്ചതാണ്, പ്രേക്ഷകരുമായി പങ്കുവെച്ചതാണ്. അത്തരത്തിൽ നിൽക്കുമ്പോഴാണ് ഒരു ആശങ്ക നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഏത് സമയവും ഇത്തരത്തിൽ ആക്രമണം വരാം എന്നുള്ള ഒരു ആശങ്ക നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് കമ്പമല പ്രദേശവാസികളടക്കം അന്ന് പറയുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.